ഹായ് ഓൾ, ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ബണ്ണിയുടെ ഹെഡ് ചെയ്യുന്നത് നോക്കി. ഇനി ഈ വീഡിയോയിൽ ലെഗ്സ് ആണ് ചെയ്യുന്നത്. ആദ്യമേ സ്ലിപ്പ് നോട്ട് ചെയ്യുക, അത് കഴിഞ്ഞ് 3 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. എല്ലാത്തിനും ഈ റൗണ്ട് 1 വരെ സെയിം ആയിട്ടാണ്, പിന്നെ സ്ലൈറ്റ് വേരിയേഷൻസേ ഉള്ളൂ. സോ ആദ്യത്തെ ചെയിൻ സ്റ്റിച്ച് ചെയ്തു, എന്നിട്ട് ഞാൻ അത് അവിടെ ഒന്ന് ഹോൾഡ് ചെയ്യും. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ചെയ്തു, മൂന്നാമത്തേതും ചെയ്തു. എന്നിട്ട് ആദ്യത്തെ ചെയിൻ സ്റ്റിച്ചിലോട്ട് നമ്മുടെ ഹുക്ക് കയറ്റി സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുവാണ്. അപ്പം നമുക്ക് അവിടെ ഒരു സർക്കിൾ ഫോം ചെയ്തു. ഇനി ആ സർക്കിളിലാണ് നമ്മൾ 6 സിംഗിൾ ക്രോഷേ ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്യും, എന്നിട്ട് 6 സിംഗിൾ ക്രോഷേ ആ സെൻറ്ററിൽ വർക്ക് ചെയ്യും. ഫസ്റ്റ് 1 ചെയ്തു. ഫസ്റ്റ് സിംഗിൾ ക്രോഷേ ചെയ്ത് കഴിയുമ്പോൾ സ്റ്റിച്ച് മാർക്കർ വെച്ച് അത് മാർക്ക് ചെയ്യാൻ മറക്കരുത്. കാരണം എല്ലാത്തിനും നമ്മൾ ഫസ്റ്റ് സിംഗിൾ ക്രോഷേ കഴിയുമ്പോൾ മാർക്ക് ചെയ്യണം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആകും, പിന്നെ അഴിച്ചിട്ട് ചെയ്യേണ്ടി വരും. അതിനാണ് ആദ്യമേ ചെയ്തു പോകാൻ ശ്രമിക്കുക. എന്നിട്ട് സെക്കൻഡ് സിംഗിൾ ക്രോഷേ, അങ്ങനെ നമുക്ക് ടോട്ടൽ 6 സിംഗിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്. തേർഡ് 1, ഫോർത്ത്, ഇനി 2 സിംഗിൾ ക്രോഷയും കൂടെ 5 ആൻഡ് 6. ഇനിയും റൗണ്ട് 2 ആണ് ചെയ്യാൻ പോകുന്നത്. അതിന് ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച സ്റ്റിച്ചിലോട്ട് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. ഈ റൗണ്ടിൽ 1 2 1 2 അങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ടായിരിക്കും പോകുന്നത്. ഈ 2 എന്ന് പറയുന്നത് നമ്മൾ ഇൻക്രീസ് ആണ്. ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷേ. അപ്പം നമ്മൾ മാർക്ക് ചെയ്ത സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുന്നു. സ്റ്റിച്ച് മാർക്കർ വെച്ച് മാർക്ക് ചെയ്യാൻ മറക്കരുത്. ഇനിയും അടുത്ത സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷേ ചെയ്യുക. ഈ റൗണ്ടിൻ്റെ എൻഡിൽ നമുക്ക് 9 സ്റ്റിച്ചസ് ആണ് കിട്ടുന്നത്. ഇപ്പം അതിൽ ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു. ഇനി ആ സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷയും കൂടെ ചെയ്യുക. ഇനി അതിൻ്റെ അടുത്തതിൽ ഒരു സിംഗിൾ ക്രോഷേ. ഇനി അടുത്ത സ്റ്റിച്ചിൽ വീണ്ടും 2 സിംഗിൾ ക്രോഷേ ചെയ്യുക. അങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് ചെയ്യുക, കൗണ്ട് ചെയ്ത് തന്നെ ചെയ്യുക. അറ്റ് ദ എൻഡ് 9 സിംഗിൾ ക്രോഷേ നമുക്ക് കിട്ടണം. റൗണ്ട് 3ൽ എല്ലാ സ്റ്റിച്ചിൽ കൂടെയും നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ വെച്ചാണ് ചെയ്യുന്നത്. ഇപ്പം മാർക്ക് ചെയ്ത സ്റ്റിച്ചിൽ ഞാൻ സ്റ്റിച്ച് മാർക്കർ ഊരാതെ തന്നെ ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു. നിങ്ങൾക്കത് ഊരിയിട്ട് വേണേൽ ചെയ്യാം, എങ്ങനെയാണേലും കുഴപ്പമില്ല. എന്നിട്ട് ഇപ്പോൾ സിംഗിൾ ക്രോഷേ ചെയ്തതിൽ ആദ്യത്തെ സിംഗിൾ ക്രോഷേ ആയിട്ട് മാർക്ക് ചെയ്തു. അങ്ങനെ എല്ലാ സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷേ ചെയ്യുക. ഇത് സെക്കൻഡ് 1, third, fourth, fifth, sixth, 7, 8 and 1 more. കണ്ടോ, കൗണ്ട് ചെയ്താൽ തെറ്റിപ്പോകത്തില്ല. അങ്ങനെ നമുക്ക് 9 സിംഗിൾ ക്രോഷേ കിട്ടി. ഇനിയും ആ മാർക്ക് ചെയ്തതിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഫിനിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ ലെഗ്സ്. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. ഇനി കുറച്ച് ലെങ്ത് ഇട്ടിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് അതിനെ തിരിച്ചിടാൻ മറക്കരുത്, എന്നാൽ നല്ല വശം വെളി വരുള്ളൂ. 2 ലെഗ്സാണ് വേണ്ടിയത്. നിങ്ങൾ ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്ത് തന്നെ ഒന്നുകൂടെ ചെയ്യുക. അത് ചെയ്യുമ്പോൾ രണ്ടാമത്തേത് ചെയ്യുമ്പോൾ യാണിൽ നിന്ന് കട്ട് ചെയ്യല്ല, നമ്മൾ അതിൽ നിന്നാണ് വർക്ക് ചെയ്യാൻ പോകുന്നത് ബോഡിയിലോട്ട്. ആദ്യത്തേത് മാത്രം കട്ട് ചെയ്യുക, രണ്ടാമത്തെ കട്ട് ചെയ്യല്ല.